തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ്. ഈ കാട് മൂടിക്കിടക്കുന്ന ഈ പ്രദേശം 100 മീറ്ററോളം ചുറ്റളവിലുള്ള ഈ പ്രദേശത്ത് ഗോവിന്ദച്ചാമി ഉണ്ട് എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. അവിടേക്ക് കടന്നു വരുന്ന സമയത്ത് കണ്ട ആളുകൾ, ദൃക്സാക്ഷികൾ, ഒപ്പം കാട് വയ്ക്കുന്നതിന് വേണ്ടി വന്ന സ്ത്രീ, ഇത്രയും ആളുകൾ ഗോവിന്ദച്ചാമിയെ കണ്ടിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ വന്ന സമയത്ത് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതലായി ഒരുപക്ഷെ പുറത്തേക്ക് പോയിട്ടുണ്ടാകുന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് അവിടെയും തിരയുന്നു എന്നാണ് പറഞ്ഞത്. ആ മേഖല തന്നെയാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് തിരഞ്ഞത്. കാട് മൂടിയ സ്ഥലത്ത് നമ്മൾ അതിലൂടെ ഇറങ്ങി പോവുകയായിരുന്നു. ഡോഗ് സ്ക്വാഡ് അതിൻ്റെ പിന്നാലെ തന്നെ പോയി. പിന്നീട് ആൾതാമസമില്ലാത്തൊരു വീട്ടിൻ്റെ മുറ്റത്തേക്കും പോയി. പോലീസ് ഒരു കൂട്ടരെ ആ വീടിൻ്റെ പരിസരം പരിശോധിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ അവിടെ നിന്നും മതിൽ ചാടി തൊട്ട് ഇപ്പുറത്തുള്ള സ്ഥലത്തേക്ക് വന്നു. അവിടെ ആളുകൾ തിരയുന്നുണ്ടായിരുന്നു. നാട്ടുകാരാണോ എന്ന് കരുതി മഫ്തിയിലുള്ള പോലീസുകാരായിരുന്നു. പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരൊപ്പം ആ കാട്ടിൽ നല്ല മുള്ളൊക്കെയുള്ള സ്ഥലമായിരുന്നു. അവിടെ അവർ തിരയുന്നതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം, അതിനപ്പുറത്തൊരു മതിൽക്കെട്ടാണ്. ഈ സ്ഥലം തിരിച്ചുകൊണ്ടുള്ള മതിൽക്കെട്ടാണ്. അതിനപ്പുറത്തു നിന്ന് കുറച്ച് പുറകിലായി ഈ ശബ്ദം ഏതായാലും കേൾക്കുന്നത്. അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന സമയത്ത് മതിൽ ചാടി, ഷിജിൻ നിരപ്പറ്റി ആദ്യമേ മതിൽ ചാടി അങ്ങോട്ടേക്ക് പോയി. അവിടെ ആൾക്കാർ വളരെ സന്തോഷവാന്മാരായി കാണുകയാണ്. ഉച്ചത്തിൽ അവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഗോവിന്ദച്ചാമിയെ പിടികൂടിയെന്ന്. കയറി നോക്കുന്ന സമയത്താണ് കിണറിനകത്ത്, അതായത് ആ കെട്ടിടത്തിൻ്റെ പുറകിലുള്ള കിണറുണ്ട്, ആ കിണറിനകത്താണ് ഗോവിന്ദച്ചാമി ഒളിച്ചിരുന്നത്. പുറത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഗോവിന്ദച്ചാമി പിടിയിലായതിനെ. അത്രയടക്കമുള്ള പരിശോധനയാണ് അവിടെ നടന്നിരുന്നത്. ഇങ്ങനെ കിണറിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന ഗോവിന്ദച്ചാമിയാണ് ഏറെ പാടുപെട്ട് പോലീസ് നാട്ടുകാരുടെ സഹായത്തോടു കൂടി പിടികൂടി. അവിടെ കൂടിയിട്ടുള്ള നാട്ടുകാർ പറ്റുമെങ്കിൽ ഒന്ന് ഗോവിന്ദച്ചാമിക്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പോലീസിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. ആ സമയത്ത് അവർ പാടുപെട്ട് ഗോവിന്ദച്ചാമിയെ ജീപ്പിൽ കയറ്റിയതായാലും കൊണ്ടുപോയിരിക്കുന്നു. കേരളം ആഗ്രഹിച്ച ആ കുറ്റവാളിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഏതായാലും തത്സമയം നമുക്ക് മാതൃഭൂമി ന്യൂസിലൂടെ നൽകാൻ കഴിഞ്ഞു. അത് ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായി തന്നെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. രാഹുൽ, ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം പിടിച്ചതിന് കേരള പോലീസിനും ആ പിടിക്കുന്നത് തത്സമയം എക്സ്ക്ലൂസീവായി പകർത്തിയതിന് രാഹുലിനും ഷിജിനും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ് ഇപ്പോൾ.